ഹലോ ഫ്രണ്ട്സ്, ടെക്നിക് മലയാളത്തിലെ മറ്റൊരു അൺബോക്സിംഗ് വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് മോട്ടോറോളയുടെ മറ്റൊരു എന്താ പറയുക 20,000-25,000 രൂപയിൽ വരുന്ന ഒരു ഡിവൈസാണ് മോട്ടോ എഡ്ജ് 50 ഫ്യൂഷൻ എന്ന് പറയുന്ന ഡിവൈസാണ്. അപ്പം മോട്ടോറോള രണ്ടും കൽപ്പിച്ചാണ് 2024 തുടക്കം വിട്ടത്. ആദ്യം തന്നെ അവർ എഡ്ജ് സീരീസിൽ എഡ്ജ് 50 ഫ്യൂഷൻ പ്രോ ഇറക്കിയായിരുന്നു. ഇൻഫാക്ട് 50 പ്രോ ഇറക്കിയായിരുന്നു, ഫ്യൂഷനല്ല 50 പ്രോ ഇറക്കിയായിരുന്നു. അടിപൊളി ഡിവൈസ് ആയിരുന്നു. നമ്മൾ ഈ ചാനൽ അതിൻ്റെ റിവ്യൂ ഒക്കെ ചെയ്തായിരുന്നു. നല്ലൊരു ക്വാളിറ്റി ഹാർഡ്വെയർ, അതേപോലെ തന്നെ IP68 പോലത്തെ റേറ്റിംഗ് എന്താ പറയുക ഫീച്ചേഴ്സും, അതേപോലെ തന്നെ ടെലിഫോട്ടോ ലെൻസൊക്കെ ആയിട്ടാണ് എഡ്ജ് 50 പ്രോ ഇറങ്ങിയത്. അപ്പോൾ അതിൻ്റെ ഒരു കുറച്ചും കൂടെ അഫോർഡബിൾ വേർഷനാണ് എഡ്ജ് 50 ഫ്യൂഷൻ. ഇതിലും IP68 റേറ്റിംഗ് ഉണ്ട് എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. പ്രോബബ്ലി ഈ പ്രൈസ് സെഗ്മെൻറ്റിൽ വരുന്ന വളരെ ചുരുക്കം ഫോണുകളാണ്. എനിക്ക് തോന്നുന്നു വേറെ ഒരു ഫോണും പോലും IP68 ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം. ഇതിൻ്റെ വില 22,999 രൂപയാണ്. പക്ഷേ കാർഡ് ഓഫറിലൂടെ നിങ്ങൾക്ക് 21,000 റുപ്പീസിന്, അതായത് 2,000 രൂപ കാർഡ് ഓഫർ ഉണ്ട്. അപ്പോൾ അങ്ങനെ 21,000 റുപ്പീസിന് ഈ ഡിവൈസ് നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അപ്പോൾ ഞാനിപ്പോൾ ആക്ച്വലി ഇത് നമ്മുടെ ലോക്കൽ സ്റ്റോറിൽ നിന്ന് മേടിച്ചാണ്. ഇൻഫാക്ട് ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഞാൻ ട്രൈ ചെയ്തായിരുന്നു. അപ്പോൾ അവിടെ ഡെലിവറി ഡേറ്റ് ഒക്കെ വളരെ കൂടുതലായിട്ടാണ് കാണിക്കുക. അപ്പോൾ നമ്മൾ ലോക്കൽ സ്റ്റോറിലാണ് മേടിച്ചത്. ലോക്കൽ സ്റ്റോറിലും അവൈലബിൾ ആണ്. കാർഡ് ഓഫറൊക്കെ അവിടെയും കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ അൺബോക്സിംഗിലേക്ക് കിടക്കാം. അതിന് മുമ്പായിട്ട് ഈ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യുക. അതേപോലെ തന്നെ ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ കൂടെ ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് അൺബോക്സിംഗിലേക്ക് കിടക്കാം. മോട്ടോ എഡ്ജ് 50 ഫ്യൂഷൻ്റെ ഇതാണ് മോട്ടോ എഡ്ജ് 50 ഫ്യൂഷൻ്റെ ബോക്സ് പാക്കേജ്. അപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്ന കളറ് ഹോട്ട് പിങ്ക് എന്ന് പറഞ്ഞ കളറാണ്. ഇതിനൊരു ബ്ലൂ കളറുണ്ട്, എനിക്കൊന്ന് ഗ്രേ കളറുണ്ട്. ഹോട്ട് പിങ്ക് മാത്രമേ ഓഫ്ലൈനിൽ അവൈലബിൾ ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ മേടിച്ചത്. മറ്റേത് ഫ്ലിപ്കാർട്ടിൽ അവൈലബിൾ ആണ് കേട്ടോ. ഇതിൻ്റെ വേരിയൻറ്റ് 128 GB വേരിയൻ്റ് ആണ്. പ്ലാസ്റ്റിക് ഫ്രീ പാക്കേജിംഗ് എന്നൊക്കെ എഴുതിയതാണ്. ഹെലോ മോട്ടോ എന്നുള്ള ബ്രാൻഡിങ് ഉണ്ട്. അപ്പോൾ ഇത്രയാണ് ബോക്സിനകത്ത് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ബോക്സ് ഒന്ന് തുറക്കാം. മോട്ടോറോളേൻ്റെ ഇവിടെ സ്റ്റിക്കർ കാണാം. ബോക്സ് നമ്മൾ തുറക്കുകയാണ്. മോട്ടോ എഡ്ജ് 50 ഫ്യൂഷൻ ഇതിനകത്ത് എന്താ നോക്കാം. ഇതിനകത്ത് നല്ലൊരു കേസ് ഉണ്ട്. ഇതുണ്ടല്ലേ, ആ ഹോട്ട് പിങ്കിന് മാച്ചിങ് ആയ ഒരു കേസും കൊടുത്തിട്ടുണ്ട്. ഇൻഫാക്റ്റ് നല്ലൊരു സോളിഡ് കേസ് ആട്ടോ, നല്ലൊരു പ്ലാസ്റ്റിക് കേസാണ്. പിന്നെ നമുക്കിവിടെ വാല്യൂ ആൻഡ് വാറണ്ടി ഇൻഫർമേഷൻ ആണ് കൊടുത്തിരിക്കുന്നത്. ഇതിനകത്ത് എന്തൊക്കെയാണെന്ന് നോക്കാം. സാർ വാല്യൂ ഇതിനകത്ത് കൊടുത്തിട്ടില്ല, എഴുതിയിട്ടില്ല സാർ വാല്യൂ. അണ്ടർ ഇതാണ് ലിമിറ്റാണെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. നാനോ സിം കാർഡ്, ഡ്യുവൽ നാനോ സിം കാർഡാണ് വരുന്നത്. മെയിൻ ക്യാമറ, അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറ, NFC ഉണ്ട്. അതേപോലെ തന്നെ എന്താ പറയുക USB Type-C ചാർജിങ് പോർട്ടും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ തന്നെ എഴുതിയിട്ടുണ്ട്. ഇനി ഒരു സിം കാർഡും സിം ഇജക്റ്റ് പിന്നും കിട്ടുന്നുണ്ട്. പിന്നെ നമുക്ക് ഫോണാണ്. ഫോണൊന്ന് ജസ്റ്റ് ഒന്ന് മാറ്റി വയ്ക്കുക. ഹോട്ട് പിങ്ക് കളർ ഞാൻ കാണിച്ചു തരാം. അതിനൊപ്പം തന്നെ നമുക്ക് കിട്ടുന്നത് ചാർജറാണ്. ഇതെനിക്ക് തോന്നുന്നു 68 വാട്ട്, അതെ 68 വാട്ട് അഡാപ്റ്ററാണ്. 68 വാട്ട് അഡാപ്റ്ററാണ് കൊടുത്തിരിക്കുന്നത്. അതിനൊപ്പം തന്നെ നമുക്കൊരു Type-C ചാർജിങ് കേബിളും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയാണ് ബോക്സിനകത്ത് വരുന്നത്. നമുക്ക് ഡിവൈസ് ഒന്ന് ബൂട്ട് ചെയ്യാം. അപ്പോൾ ഫോൺ ഞാൻ പുറത്തെടുത്തിരിക്കുകയാണ്. ഇതാണ് ഹോട്ട് പിങ്ക് എന്ന് പറഞ്ഞ കളറ്. വളരെ ഒരു ഡാർക്ക് കളറാണ് കേട്ടോ. നമ്മൾ ഇന്നലെ അൺബോക്സ് ചെയ്ത് സാംസങ് ഗാലക്സി F55നും ഒരു വെഗൻ ലെതർ ഫിനിഷ് ആയിരുന്നു. എന്നാൽ ഇവിടെയും അതേപോലത്തെ ഒരു ഫിനിഷാണ്. ഇത് കുറച്ചും കൂടെ ഡേർട്ട് അട്രാക്ട് ചെയ്യുന്ന ഒരു ഫിനിഷാണായിട്ട് എനിക്ക് തോന്നുന്നത്. എന്നാൽ നമ്മൾ കുറച്ച് യൂസ് ചെയ്താലേ പറയാൻ പറ്റുള്ളൂ. ഒരു ക്ലോത്ത് ടൈപ്പ് ഓഫ് ഫിനിഷാണ്, എന്നാൽ ഒരു വേഗൻ ലെതറിൻ്റെ പോലെ ഉണ്ടെന്ന് വേണമെങ്കിൽ പറയാം. ഇവിടെ സ്ലൈറ്റ് പ്രൊജക്ഷൻ കാണാം. 50 MP OIS ക്യാമറയാണ്. അതിനൊപ്പം തന്നെ ഒരു അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറയും മോട്ടോറോളേൻ്റെ ലോഗോയും കാണാം. ഇവിടെ പവർ ആൻഡ് വോളിയം കീസാണ് വരുന്നത്. മുകൾ ഭാഗത്ത് ഡോൾബി അറ്റ്മോസ് എഴുതിയത് കാണാം. അതിനൊപ്പം തന്നെ നമുക്ക് ഇവിടെ സൈഡിൽ ഓപ്ഷൻസ് ഒന്നുമില്ല. താഴത്ത് സിം ട്രേ, USB Type-C പോർട്ട്, സ്പീക്കർ യൂണിറ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് ഡിസ്പ്ലേ ഉണ്ടല്ലേ, വളരെ നല്ല ഒരു മനോഹരമായ ഒരു ഡിസ്പ്ലേ ആണ് കൊടുത്തിരിക്കുന്നത്. പഞ്ച് ഹോൾ സെൽഫി ക്യാമറയാണ് വരുന്നത്. അപ്പോൾ ആ ഒരു കാര്യത്തിൽ നല്ല ഒരു എന്താ പറയുക ക്വാളിറ്റി നമുക്ക് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. കർവ്ഡ് OLED ഡിസ്പ്ലേ ആണ്. 144 ഹെർട്സ് ആണ് കേട്ടോ. ഇന്ത്യയിൽ 144 ഹെർട്സ് ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതിനൊപ്പം തന്നെ നമുക്കിവിടെ കണ്ടില്ലേ സൈഡിലും ഒരു കർവേച്ചർ കാണാവുന്നതാണ്. അപ്പോൾ ഇതാണ് ഡിസ്പ്ലേ. ഡിസ്പ്ലേയിൽ സൈഡ്സ് എല്ലാം കർവ്ഡ് ആണ്. അപ്പോൾ നല്ലൊരു ക്വാളിറ്റി ഡിസ്പ്ലേ ആണ്. പിന്നെ 144 ഹെർട്സ് റിഫ്രഷ് റേറ്റ് ഉണ്ട്, അതും ഒരു നല്ല കാര്യമാണ്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് സെറ്റിങ്സ് ഡിസ്പ്ലേയിൽ പോയി കഴിഞ്ഞാൽ ഡിസ്പ്ലേ റിഫ്രഷ് റേറ്റ് ഞാൻ 144 വെച്ചിരിക്കുകയാണ്. അപ്പോൾ നല്ല സ്മൂത്ത് എക്സ്പീരിയൻസ് ആണ് വരുന്നത്. അതിനൊപ്പം തന്നെ നല്ലൊരു ടച്ച് റെസ്പോൺസുമാണ് വരുന്നത്. വളരെ ബ്രൈറ്റ് ആൻഡ് വിവിഡ് ഡിസ്പ്ലേ ആണ്. അപ്പോൾ ആ ഒരു കാര്യത്തിലും നല്ല ഒരു ക്വാളിറ്റി ഉണ്ട്. 1600 നിറ്റ്സ് എന്താണ് പീക്ക് ബ്രൈറ്റ്നസ് വരുന്നത്. അപ്പോൾ അത്രയും നല്ലൊരു ക്വാളിറ്റി ഡിസ്പ്ലേ ആണ്. പിന്നെ കർവ് ഡിസ്പ്ലേ ആണ്. OLED 144 ഹെർട്സ് റിഫ്രഷ് റേറ്റ് ആണ് വരുന്നത്. പിന്നെ ഈ ബെസിൽസ് ഉണ്ടല്ലേ, അതും അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു ബെസിൽസ് ആണ് വന്നിരിക്കുന്നത്. ഇനി ഡിസ്പ്ലേയിൽ നമുക്ക് സോഫ്റ്റ്വെയറിലേക്ക് പോകാം. അപ്പോൾ സോഫ്റ്റ്വെയറിൻ്റെ കാര്യം പറയുമ്പോൾ
നമുക്കിവിടെ കണ്ടില്ലേ വളരെ ബേസിക്കായ ഒരു തേർഡ് പാർട്ടി ആപ്സും ഇല്ല. ആകെ മോട്ടോൻ്റെ 3-4 ആപ്സാണ് ഉള്ളത്. മോട്ടോ സെക്യൂർ എന്നൊക്കെ പറഞ്ഞാൽ കുറച്ച് ആപ്സ് മാത്രമേ ഉള്ളൂ. ബാക്കി തേർഡ് പാർട്ടി ആപ്സ് ഒന്നും തന്നെ ഇല്ല. ഇൻഫാക്റ്റ് ഫേസ്ബുക്ക് ഉണ്ട്, പിന്നെ പ്ലേ സ്റ്റോറും ബാക്കിയുള്ള കാര്യങ്ങൾ തന്നെയാണ്. അപ്പോൾ വളരെ ക്ലീൻ ആൻഡ് സ്റ്റോക്ക് ആൻഡ്രോയിഡ് UI ആണ്. ഇതുണ്ടല്ലേ, UI എക്സ്പീരിയൻസ് ആണെങ്കിലും വളരെ ക്ലീൻ ആണ്. പിന്നെ നമ്മൾ സെറ്റിങ്സ് പോയി കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് പേഴ്സണലൈസേഷൻ ഓപ്ഷൻസ് ഉണ്ട്, ഒരുപാട് ഓപ്ഷൻസ് വരുന്നുണ്ട്. ഇതിൻ്റെ ലോക്ക് സ്ക്രീൻ കസ്റ്റമൈസേഷൻ, ഫോൺസ് വേണമെങ്കിൽ നമുക്ക് ചേഞ്ച് ചെയ്യാവുന്നതാണ്. അതിനൊപ്പം തന്നെ തീംസ്, ഐക്കൺ ഷേപ്പ്, ലോക്ക് സ്ക്രീൻ കസ്റ്റമൈസേഷൻ, ഇതുണ്ടല്ലേ ഫിംഗർ പ്രിൻറ്റ് ആനിമേഷൻ ഉണ്ടല്ലേ. ഇവിടെയാണ് നമുക്ക് ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻറ്റ് സ്കാനറാണ്, അതിനൊരു ആനിമേഷൻ ഓപ്ഷൻസ് ഉണ്ട്. പിന്നെ എഡ്ജ് ലൈറ്റിംഗ് ഉണ്ട്, അതും നമുക്ക് കസ്റ്റമൈസ് ചെയ്യാം. അങ്ങനത്തെ ഓപ്ഷൻസ് എല്ലാം തന്നെ ഉണ്ട്. ഡാർക്ക് മോഡ് വളരെ സ്റ്റൈലിഷ് UI ആണ്. എന്നാൽ സ്റ്റോക്ക് ആൻഡ്രോയിഡിൻ്റെ ഫീച്ചേഴ്സ് എല്ലാം തന്നെ നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. ഉണ്ടല്ലേ, എല്ലാ ഫീച്ചേഴ്സും കിട്ടുന്നുണ്ട്. Android 14 ഔട്ട് ഓഫ് ദ ബോക്സ് ആണ് വരുന്നത്. ഉണ്ടല്ലേ, ഡിവൈസ് നെയിം Edge 50 Fusion, 120GB വേരിയൻ്റ് ആണ്, 8GB RAM ആണ്, 2400x1080 റെസൊല്യൂഷനാണ് വരുന്നത്. അപ്പോൾ Android 14 ഔട്ട് ഓഫ് ദ ബോക്സ് ആണ് വരുന്നത്. അപ്പോൾ സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് നല്ലതാണ്. ആൻഡ്രോയിഡ് അപ്ഡേറ്റ്സിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ മോട്ടോറോള പ്രോമിസ് ചെയ്യുന്നുണ്ട് അപ്ഡേറ്റ്സ് എല്ലാം. എന്നാൽ മോട്ടോറോളേൻ്റെ അപ്ഡേറ്റ് സൈക്കിൾ അത്രയ്ക്ക് ഒരു പെർഫെക്റ്റ് അല്ല. അവർ പറഞ്ഞ സമയത്തൊന്നും തരാറില്ല. നമ്മളത് ഇത്തവണയെങ്കിൽ അറ്റ്ലീസ്റ്റ് ഈ വർഷമെങ്കിൽ അവർ ബെറ്റർ ആക്കുമെന്ന് ഹോപ്പ് ചെയ്യുന്നു. അതാണ് സോഫ്റ്റ്വെയർ സൈഡ് പറയുകയാണെങ്കിൽ. ഇനി പെർഫോമൻസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമുക്കിവിടെ സ്നാപ്ഡ്രാഗൺ 7S Gen 2 പ്രോസസ്സറാണ് വരുന്നത്. നല്ലൊരു പ്രോസസ്സറാണ്. നമ്മൾ ഈ പ്രോസസ്സർ പല ഡിവൈസിലും കണ്ടതാണ്. 7S Gen 2 4nm ചിപ്പാണ്. അതിനൊപ്പം തന്നെ Adreno 710 GPU ആണ് വരുന്നത്. UFS 2.2 സ്റ്റോറേജ് സപ്പോർട്ടാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. അതിനൊപ്പം തന്നെ നമുക്ക് അത്യാവശ്യം നല്ല ക്വാളിറ്റി പെർഫോമൻസ് ആയിട്ട് നല്ല സ്മൂത്തായിട്ട് എനിക്ക് തോന്നി. ലാഗോ അങ്ങനത്തെ ഇഷ്യൂസ് ഒന്നും തന്നെ നമ്മൾ ഇനീഷ്യൽ യൂസേജിൽ കണ്ടില്ല. അപ്പോൾ നല്ലൊരു ക്വാളിറ്റി എക്സ്പീരിയൻസ് ആണ് വരുന്നത്. ലാഗോ അങ്ങനത്തെ ഇഷ്യൂസ് ഒന്നും തന്നെ ഞാൻ നോട്ടീസ് ചെയ്തില്ല. പിന്നെ ഇതിനകത്ത് 5G സപ്പോർട്ട് ഉണ്ട്, ഡ്യുവൽ സിം കാർഡ് 5G സപ്പോർട്ട് ഉണ്ട്. ഇന്ത്യയിലെ എല്ലാ ബാൻഡ് സപ്പോർട്ടഡ് ആണ്. പിന്നെ സ്റ്റീരിയോ സ്പീക്കേഴ്സ് ആണ് ഇവിടെ കണ്ടില്ലേ, ഡോൾബി ആറ്റ്മോസും ഉണ്ട് എന്നുള്ളതാണ്, അതും ഒരു പ്രത്യേകതയാണ്. അപ്പോൾ അതും നല്ലൊരു ക്വാളിറ്റി എക്സ്പീരിയൻസ് നമുക്ക് തരുന്നുണ്ട്. ഇനി ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻറ്റ് സ്കാനറാണ് ഞാൻ നേരത്തെ പറഞ്ഞു. ഇവിടെയാണ് ഫിംഗർ പ്രിൻറ്റ് സ്കാനർ വരുന്നത്. ഇനി ക്യാമറയിലോട്ട് പോകാം. നമുക്കിവിടെ കിട്ടുന്ന ഒരു ഡ്യുവൽ ക്യാമറ സെറ്റപ്പാണ്. ഒരു 50 MP പ്രൈമറി ക്യാമറ, അതിനൊപ്പം തന്നെ ഒരു അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറയാണ് വരുന്നത്. അതിനൊപ്പം തന്നെ OIS കാണാം. പിന്നെ ഇവിടെ എഴുതിയിരിക്കുന്നത് അൾട്രാ പിക്സൽ എന്ന് എഴുതി കാണാം. പിന്നെ ഒരു 32 MP സെൽഫി ക്യാമറയാണ്. വീഡിയോ റെക്കോർഡിങ്ങിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് 4K റെക്കോർഡിംഗ് ഉണ്ട്. അതിൻ്റെ റെസൊല്യൂഷൻ കൂടെ നോക്കട്ടെ. 4K 30 FPS ഉള്ളൂ ആക്ച്വലി. 1080p ആണ്. ഫുൾ HD 4K ആയി കഴിഞ്ഞാൽ 4K ഇല്ല. അതായത് 4K 30 FPS ഉണ്ട്. ഫുൾ HDയിൽ നമുക്ക് 2 റെക്കോർഡിംഗ് ഉണ്ട്. 1360 ഉണ്ട്. സെൽഫി ക്യാമറയിൽ 4K ഉണ്ട്. അഗെയിൻ 30 FPS ആണ് സപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഫോട്ടോ മോഡ്, പോർട്രേറ്റ് മോഡ്, പ്രോ മോഡ്, സ്കാൻ അങ്ങനത്തെ ഓപ്ഷൻസ് എല്ലാം തന്നെ ഉണ്ട്. അതുകൊണ്ടില്ലേ ഹൈ നൈറ്റ് വിഷൻ മോഡ്. അപ്പോൾ എല്ലാ ഫീച്ചേഴ്സും തന്നെ ഇൻക്ലൂഡ് ആണ്. അതിൽ വലിയ ചേഞ്ചസ് ഒന്നുമില്ല. നമ്മൾ റെഗുലർലി കാണുന്ന എല്ലാ ഫീച്ചേഴ്സും തന്നെ കാണാം. അപ്പോൾ നമുക്ക് കുറച്ച് ക്യാമറ സാമ്പിൾസ് കാണാം. ഇതെല്ലാം മോട്ടോ Edge 50 Fusion എടുത്ത ക്യാമറ സാമ്പിൾസ് ആണ്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു ക്യാമറ നമുക്ക് വിശേഷിപ്പിക്കാവുന്നതാണ്. ഞാൻ ഡീറ്റെയിൽ ടെസ്റ്റ് ചെയ്ത് എൻ്റെ അഭിപ്രായം പറയാം റിവ്യൂ പോസ്റ്റ് ചെയ്യുമ്പോൾ. ഒരുപാട് പേര് ചോദിക്കേണ്ട ഇതിൻ്റെ റിവ്യൂ പോസ്റ്റ് ചെയ്യാൻ. ഡെഫിനറ്റ്ലി ഞാൻ റിവ്യൂ പോസ്റ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ സ്റ്റേ ട്യൂൺ ഫോർ ദാറ്റ്. അപ്പോൾ നമ്മളിത് ടെസ്റ്റ് ചെയ്തിട്ട് വിശദമായി പറയാം. എന്താണ് നിങ്ങൾ ഈ ക്യാമറ സാമ്പിൾസ് ഉണ്ട്, നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് കമൻറ്റ് സെക്ഷനിൽ പോസ്റ്റ് ചെയ്യാൻ മറക്കരുത്. ഇനി ബാറ്ററി കാര്യം വരുമ്പോൾ നമുക്ക് 5000 mAh ബാറ്ററിയാണ് വരുന്നത്. 68 വാട്ട് ചാർജിങ് ആണ് വരുന്നത്. അപ്പോൾ അതും ഡെഫിനറ്റ്ലി നല്ലൊരു കാര്യമാണ്. കമ്പനി അവകാശപ്പെടുന്നത് 50% വെറും 15 മിനിറ്റ്സ് മതി എന്നുള്ളതാണ്. 50% ആവാൻ അത് നമ്മൾ ചെക്ക് ചെയ്യാം എന്താണെങ്കിലും. അപ്പോൾ 68 വാട്ട് ചാർജിങ്, 5000 mAh ബാറ്ററിയും, എഗെയിൻ കുഴപ്പമില്ലാത്ത 4nm ചിപ്പ് ആയതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു അത്യാവശ്യം നല്ല ഒരു എഫിഷ്യൻസി നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. എഗെയിൻ ഞാൻ ടെസ്റ്റ് ചെയ്തിട്ട് പറയാം. അപ്പോൾ ഇതാണ് ബാറ്ററി ലൈഫിനെ കുറിച്ച് പറയുകയാണെങ്കിൽ. വളരെ സ്ലിം ഫോം ഫാക്ടറാണ്. ഞാൻ പറയാൻ വിട്ടുപോയി ഡിസൈൻ്റെ കാര്യം പറഞ്ഞപ്പോൾ. 179 grams ഉള്ളൂ വെയിറ്റ്. അതിനൊപ്പം തന്നെ 7.9 mm തിക്നെസ് ഉള്ളൂ. അപ്പോൾ നല്ലൊരു സ്ലിം ആൻഡ് ലൈറ്റ് വെയ്റ്റ് ഡിവൈസും കൂടിയാണ്. അത് ഞാൻ പറയാൻ വിട്ടുപോയി. പിന്നെ IP68 വാട്ടർ ആൻഡ് ഡസ്റ്റ് റെസിസ്റ്റൻറ്റ് കേപ്പബിലിറ്റീസും ഉണ്ട്. അപ്പോൾ ഓവറോൾ എനിക്ക് തോന്നുന്നു നല്ലൊരു പാക്കേജാണ് മോട്ടോ Edge 50 ഫ്യൂഷൻ തരുന്നത്. അപ്പോൾ ഇതായിരുന്നു മോട്ടോ Edge 50 ഫ്യൂഷൻ്റെ അൺബോക്സിങ്ങും ഹാൻഡ്സ് ഓൺ എക്സ്പീരിയൻസും. അപ്പോൾ ഇതായിരുന്നു മോട്ടോ Edge 50 ഫ്യൂഷൻ്റെ അൺബോക്സിങ് ഹാൻഡ്സ് ഓൺ വീഡിയോ. അപ്പോൾ ഏറെക്കുറെ നല്ലൊരു പാക്കേജാണ് മോട്ടോ Edge 50 ഫ്യൂഷൻ തന്നിരിക്കുന്നത് എന്നുള്ളതിൽ ഒരു സംശയമില്ല. IP68 ഉണ്ട്, അതേപോലെ 144 Hz OLED ഡിസ്പ്ലേ ഉണ്ട്, സ്നാപ്ഡ്രാഗൺ 7S Gen 2 ഉണ്ട്, അതേപോലെ തന്നെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ബാറ്ററി ലൈഫും 68 വാട്ട് ചാർജിങ്ങും ഉണ്ട്. പിന്നെ എന്താ പറയുക, നല്ലൊരു അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറ, 50 MP പ്രൈമറി ക്യാമറയുണ്ട്, Android 14 ഉണ്ട്. അതിനൊപ്പം തന്നെ മോട്ടോൻ്റെ നല്ല ക്ലീൻ UI ആണ്. എല്ലാം കൊണ്ടും തന്നെ എനിക്ക് തോന്നുന്നു നല്ല ഒരു പാക്കേജ് ആണെന്നുള്ളതിൽ ഒരു സംശയമില്ല. അപ്പോൾ
ഈ ഡിവൈസിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ്? അത് കമൻറ്റ് സെക്ഷനിൽ പോസ്റ്റ് ചെയ്യുക. എനിക്കൊന്ന് നല്ല ഒരു വാല്യൂ ഫോർ മണി പാക്കേജാണ്. ഭയങ്കരധികം പവർഫുൾ ഡിവൈസ് ഒന്നും പറയല്ല, എന്നാലും നല്ല ഒരു പാക്കേജായിട്ട് നമുക്കിതിനെ വിശേഷിപ്പിക്കാവുന്നതാണ്. കാരണം ഓവറോൾ പാക്കേജ് ഒരുപാട് ഫീച്ചേഴ്സൊക്കെ കൊടുത്ത ഒരു പാക്കേജ് എന്ന് പറയുന്നത്, അതായത് ദ മോസ്റ്റ് പവർഫുൾ സ്മാർട്ട് ഫോൺ അല്ലെങ്കിൽ ദ മോസ്റ്റ് ക്യാമറ സെൻട്രിക് ഡിവൈസ് ഒന്നും പറയാനില്ല, എന്നാൽ എല്ലാം കൊണ്ട് തന്നെ ഓവറോൾ നല്ലൊരു പാക്കേജ് ആണെന്നുള്ളതിൽ ഒരു സംശയമില്ല. അപ്പോൾ ഇത് ഫ്ലിപ്കാർട്ടിലാണ് അവൈലബിൾ ആവുന്നത്, അല്ലെങ്കിൽ ലോക്കൽ സ്റ്റോഴ്സിൽ പോകാം, അല്ലെങ്കിൽ മോട്ടോറോളയിലെ വെബ്സൈറ്റും അവൈലബിൾ ആണ്. നമ്മൾ മേടിച്ചത് 8/128GB വേരിയൻ്റ് ആണ്. അതിനാണ് ഞാൻ പറഞ്ഞ 22,999, അതായത് 23,000 രൂപ, അതിൽ 2,000 രൂപ കാർഡ് ഓഫറിലൂടെ നിങ്ങൾക്ക് 21,000 രൂപയ്ക്ക് കിട്ടുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതായിരിക്കും. ഇതേപോലെ കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ഹോപ്പ് ടു സീ യു നെക്സ്റ്റ് വീഡിയോ. ഹാവ് എ ഗ്രേറ്റ് ഡേ.